ഷീബയ്ക്ക് വായിക്കാവോ? വായിക്കാം സാറേ. 58-ാം പ്രശ്നം. യഥാ സംഹരതേ ചായം കൂർമോऽംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. വായിക്കട്ടെ സാർ. വായിക്കൂ. അപകടകാരികളായ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അതിസമർത്ഥമായി പിൻവലിക്കാൻ സ്ഥിതപ്രജ്ഞന് കഴിയുമെന്ന് ഒന്നാന്തരം ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. ആപത്സൂചന കിട്ടുമ്പോഴേക്കും തന്റെ അവയവങ്ങളെ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ ആമയ്ക്ക് കഴിയുന്നതുപോലെ വിഷയങ്ങളുമായി അല്പമെങ്കിലും ബന്ധമുണ്ടാകുന്ന ലക്ഷണം കണ്ടാലുടൻ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് വലിക്കാൻ ബ്രഹ്മനിഷ്ഠന് കഴിയും. ചൈതന്യയുക്തമായ മനസ്സ് ഇന്ദ്രിയങ്ങൾ വഴി അവയുടെ വിഷയങ്ങളുടെ ആകൃതി സ്വയം കൈക്കൊള്ളുമ്പോഴാണ് നമുക്ക് വിഷയജ്ഞാനം ഉണ്ടാവുന്നത്. 5 ഛിദ്രങ്ങളുള്ള ഒരു കുടത്തിനുള്ളിൽ ജ്വലിക്കുന്ന ദീപത്തിന്റെ പ്രഭാനാളം ഛിദ്രങ്ങളിലൂടെ വെളിയിൽ കടന്ന് അവയ്ക്കെതിരെയുള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ അന്തരാത്മാവ് ശരീരത്തിലെ ഇന്ദ്രിയദ്വാരങ്ങളിലൂടെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ നാം കണ്ണിലൂടെ രൂപത്തെയും ചെവിയിലൂടെ ശബ്ദത്തെയും മൂക്കിലൂടെ ഗന്ധത്തെയും നാക്കിലൂടെ രസത്തെയും ത്വക്കിലൂടെ സ്പർശത്തെയും അറിയുന്നു. ബാഹ്യലോകം വിഷയങ്ങളുടെ രൂപത്തിൽ ഇന്ദ്രിയ കവാടങ്ങളിലൂടെ കടന്നു വന്ന് മനസ്സിൽ കോളിളക്കം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ലോകൈക സുന്ദരി തന്നെ മുന്നിൽ വന്നു നിന്നാലും കുരുടന് ചാഞ്ചല്യമില്ല. കാരണം കണ്ണില്ലാത്തവന്റെ ഉള്ളിൽ രൂപത്തിന് കടന്നു ചെല്ലാനാവില്ല. ഞാൻ ബധിരനാണെങ്കിൽ എന്നെപ്പറ്റി മറ്റുള്ളവർ കുറ്റം പറയുന്നത് എന്നെ വിഷമിപ്പിക്കില്ല. കാണാത്ത, കേൾക്കാത്ത, സ്പർശിക്കാത്ത, മണക്കാത്ത, രുചിക്കാത്ത വിഷയങ്ങൾ മനസ്സിനെ അലട്ടില്ലെന്ന് അർത്ഥം. വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ യഥേഷ്ടം പിൻവലിക്കാൻ കഴിവുള്ളവനത്രേ സ്ഥിതപ്രജ്ഞൻ. ഈ കഴിവിനെ യോഗശാസ്ത്രത്തിൽ പ്രത്യാഹാരം എന്ന് പറയും. യമം, നിയമം, ആസനം, പ്രാണായാമം എന്നീ സാധനകൾ വഴി യോഗികൾ ഇത് വശമാക്കുന്നു. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതി എന്ന നിലയിൽ എങ്ങും ഈശ്വരലീലകൾ കണ്ടും എപ്പോഴും ഈശ്വരകഥകൾ കേട്ടും ജീവിക്കുന്ന ഭക്തന്മാർക്ക് ഈ അവസ്ഥ എളുപ്പം കൈവരും. വേദാന്തികൾ വിവേക വിചാരം വഴി വിഷയസുഖങ്ങൾ നശ്വരങ്ങളും ക്ഷണികങ്ങളുമാണെന്നും ആത്മാനന്ദമാവട്ടെ നിത്യവും നിരതിശയവുമാണെന്നും അറിഞ്ഞ് ഈ അവസ്ഥ കൈവരിക്കുന്നു. ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥിതപ്രജ്ഞ എങ്ങനെ ആയിരിക്കും ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഓരോ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. ഇതിനകത്തിലെ ആമ ഇന്ദ്രിയങ്ങളെ ആമ അവയവങ്ങളെ ഉള്ളിലോട്ട് വലിക്കും. എന്തെങ്കിലും ഒരു ഒരു ഘട്ടം വരുമ്പോൾ അത് തലയും കൈയും കാലും എല്ലാം ഉള്ളിലോട്ടങ്ങ് വലിക്കും. ആ തോടിനുള്ളിലായിരിക്കും, അത് സേഫ് ആയിട്ടിരിക്കും എന്ന് പറയുന്ന പോലെ ഈ സ്ഥിതപ്രജ്ഞൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആകുന്നെന്ന് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആപത്ത് കെട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലോട്ട് പോയി അതുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. അപ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. അറ്റാച്ച്ഡ് അല്ലെങ്കിലോ എനിക്ക് പ്രശ്നമില്ല. ഓരോന്നിലോട്ട് ഞാൻ അറ്റാച്ച്ഡ് ആകുമ്പോഴേ എനിക്ക് അപ്പൊ അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങൾ പിൻവലിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇങ്ങനെ പറയും നമ്മൾ ഇതുവരെ നമ്മുടെ ബേസിക് പഠിച്ചു പോയിട്ട് അതിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അത് എങ്ങനെയൊക്കെ വേണം നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. നമ്മളിങ്ങനെ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരുമിച്ച്. ആർക്കെങ്കിലും ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ, ഓരോ പാരഗ്രാഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? നമുക്ക് ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും അത് മനസ്സിലാവുന്നത് കൂടുതൽ, അതുകൊണ്ട് ചോദിക്കുന്നതാ. നീ നോക്കാം. ഓക്കെ. ഇതിപ്പോ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് അപകടകാരികളായ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ നിന്ന് സ്ഥിതപ്രജ്ഞന് കഴിയുമെന്ന് ഒന്നാന്തരം. ഇന്ദ്രിയങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നതാണോ? ഞാൻ ഇടിയും മിന്നലൊക്കെ ഉണ്ട്. അല്ലല്ല, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടതായിരിക്കും. അപകടകാരികളായ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അതിസമർത്ഥമായി പിൻവലിക്കാൻ സ്ഥിതപ്രജ്ഞന് കഴിയുമെന്ന് ഒന്നാന്തരം ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. അപ്പം ആപത്ത് സൂചന കിട്ടുമ്പോഴേക്കും അവ തന്റെ അവയവങ്ങളെ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആമയ്ക്ക് കഴിയുന്നത് പോലെ
വിഷയങ്ങളുമായി അല്പമെങ്കിലും ബന്ധമുണ്ടാകുന്ന ലക്ഷണം കണ്ടാലുടൻ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് വലിക്കാൻ ബ്രഹ്മനിഷ്ഠന് കഴിയും. അപ്പൊ എപ്പോഴും ഈ നമ്മള് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പം. എല്ലാം നമ്മൾ കണ്ണിലൂടെയും കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും എല്ലാം നമ്മൾ എല്ലാ ദിവസവും ഓരോ വിഷയങ്ങളായിട്ട് ബന്ധമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് നമ്മളെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം അതുമായിട്ട് ബന്ധപ്പെടാൻ എന്നുള്ള രീതി. അതാണ് അപകടം. അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അപകടം. നമ്മുടെ വാസനകൾ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അത് ഇഷ്ടപ്പെടുകയും കാണാൻ കൂടുതൽ കൂടി. ഇപ്പൊ നമ്മൾ മൊബൈലും വാട്സപ്പും ഇതൊക്കെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ കണ്ട് നമ്മളങ്ങ് അഡിക്റ്റഡ് ആയി പോകും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അറ്റാച്ച്ഡ് ആക്കരുത്. അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ എനർജി എല്ലാം നമ്മുടെ ചൈതന്യം എല്ലാം അതുവഴി ചോർന്നു പോകും. നമുക്ക് ആ ചൈതന്യം നമ്മൾ ബ്രഹ്മത്തിൽ നിർത്താനുള്ള ചൈതന്യത്തെയാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം വേസ്റ്റ് ആക്കി കളയുന്നത് നമ്മളുടെ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും. കാരണം ഈ വിഷയങ്ങളാണ് നമ്മളുടെ ലോകം. പിന്നെ അതെ, ഇതാണ് കൂടുതൽ വാസനകളെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. കേക്കാവോ ചുമ? കേൾക്കാം കേൾക്കാം. അപ്പൊ നമ്മുടെ വാസനകളെ കൂടുതൽ ബലപ്പെടുത്തുക. ഒന്ന് ഈ നമ്മൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലൂടെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ വാസനകളെ കുറയ്ക്കാനാണല്ലോ നമ്മൾ നോക്കുന്നത്. വീണ്ടും ഈ വാസനകൾക്കനുസരിച്ച് ജന്മങ്ങൾ വരാതിരിക്കാനും അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ കൂടുതലും വിഷയങ്ങളിലോട്ട് ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണ് നമ്മൾ വിഷയങ്ങൾ അതുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത് അപ്പൊ നമുക്ക് ഉൾവലിയം ആമ അതിന്റെ കൈയും കാലും ഉൾവലിക്കുന്നത് പോലെ നമ്മൾ വിഷയങ്ങളിൽ നിന്ന് അറ്റാച്ച്ഡ് ആവാതെ പിന്മാറാനുള്ള ഒരു കഴിവ് നമുക്ക് മനസ്സിന് ഉണ്ടാക്കിയെടുക്കണം, വിഷയങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടാതെ എന്നാണ് എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന്. അപ്പൊ നമുക്ക് അതെ. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ വാസനകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കിപ്പം മൊബൈൽ തുറന്നാൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരുന്നത് പോലെ നമ്മൾ എപ്പോഴും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വാസനകൾ കുറച്ചുകൂടെ കൂടത്തേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ സാത്വികമായിട്ടുള്ള ഗുണങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ കൂടുതൽ വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മളുടെ വാസനകൾ കൂടത്തേ ഉള്ളൂ. അപ്പൊ അതിനെ നിന്ന് നമ്മൾ മനസ്സിനെ പിന്തിരിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് കൺട്രോൾ നമുക്ക് വേണം. എപ്പോഴാണ് നമ്മൾ അതിനെ തിരിച്ച് വലിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ലൗകിക കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വിഡ്രോവൽ വേണ്ടി വരും. ആവശ്യത്തിൽ കൂടുതൽ എല്ലാം ഒരു മോഡറേഷനിലേ പാടുള്ളൂ. കൂടുതൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് അറ്റാച്ച്മെന്റും നമ്മുടെ വാസനകൾ കൂടാനും അത് കാരണമാവും എന്നാണ് തോന്നുന്നത്. വേറെ ആർക്കെന്തെങ്കിലും പറയണമെന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത് ക്ലാസ് ആയിട്ട് വിചാരിക്കരുത്. നമ്മളിത് വായിക്കുക, മനസ്സിലാവുന്നത് ഒന്ന് ഷെയർ ചെയ്യുക, അതും തെറ്റൊന്നുമില്ല. അപ്പോഴും നമുക്ക് ഉറയ്ക്കും ഇത്. അതുകൊണ്ട് ചോദിക്കുന്നതാ, ആരും കമ്പൽ ചെയ്യുവല്ല. സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. കുറെ നമ്മള് ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സ് നമ്മളുടെ പ്രക്ഷുബ്ധ. കാരണം ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ കേട്ടോണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി എപ്പോഴും ചിന്തകൾ അതുപോലെ തന്നെയായിരിക്കും. നമ്മൾ ഈ നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കും. ചീത്ത കാര്യങ്ങളോട് കേൾക്കുമ്പോൾ നമുക്ക് അതിനെ മനസ്സിനെ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും മനസ്സിൽ ചിന്തകൾ അലട്ടുകയും അതൊക്കെ കൂടുതൽ നമ്മുടെ മനസ്സിന് ആവശ്യമില്ലാത്ത ചിന്തകൾ. അപ്പൊ കാണാത്ത ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നതാ. നല്ലതല്ലാത്ത വാർത്തകളും മാറും, നമ്മുടെ കൺഫ്യൂഷൻ കൂട്ടും. നീ പറഞ്ഞ ഇങ്ങനെ ന്യൂസ് കാണുന്നതൊക്കെ വെച്ചല്ലേ, സീരിയല് കാണുമ്പോഴും ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ളത്. അമ്മായിമ്മ പോലും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ആൾറെഡി നമ്മുടെ വീടുകളെല്ലാം പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വേറൊരു ജീവിതത്തിലെ നെഗറ്റീവ് ഇങ്ങനെ കണ്ട് അതുമായിട്ട് നമ്മൾ അങ്ങ് അലൈനാവും. അവരുടെ അനുഭവമായിട്ട് നമുക്ക് അന്നേരം ആ അനുഭവങ്ങളായിട്ട് നമ്മളുമായിട്ട് അങ്ങ് താതാത്മ്യം പ്രാപിക്കും. അപ്പം നമ്മളിൽ കൂടുതൽ നെഗറ്റീവ് വാസനകൾ ഉണ്ടാകുക.
കർമ്മഫലത്തിനെ കൂട്ടുക. നമ്മൾ ഈ വിചാരിക്കും നമ്മൾ അത്രയും സമയം സീരിയൽ കഴിഞ്ഞാൽ അത്രയും സമയം ഞാൻ ടൈം പാസ്സായി. അങ്ങനല്ല, ഇത് നമ്മുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ഓരോ അങ്ങനെ ഇതിനകത്ത് പറയുന്നത് ഈ ആമകളെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്ന പോലെ ഈ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. എനിക്ക് നല്ലതും എൻ്റെ കർമ്മഫലം എനിക്ക് അനുഭവിക്കണം. കർമ്മഫലം വെച്ചാൽ അനുകൂല പ്രതികൂലവും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. ഇതാണ് ഒന്ന് എന്നിൽ കൂടി ഇഷ്ടവും അനിഷ്ടമായിട്ടും വെളിയിൽ കൂടെ അനുകൂല പ്രതികൂല കാര്യങ്ങളായിട്ട് വരുന്നു. ഇതിനോടുള്ള എൻ്റെ പ്രതികരണമാണ് എൻ്റെ അനുഭവമായിട്ട് വരുന്നത്. അപ്പം ഇതിനെ ഇത് എൻ്റെ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു? ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ, ഈ ജീവാത്മാവ് ഇന്ദ്രിയങ്ങളിൽ കൂടെ വെളിയിലോട്ട് പോവുക. എൻ്റെ ഈ കർമ്മഫലത്തിൻ്റെ അനുസരിച്ചുള്ള എനിക്ക് ഓരോ വാസനകളുണ്ട്. ഈ വാസനകളെ തേടി പോവുക. അപ്പം നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളുടെ ഈ സ്വഭാവമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ഇതാണ് എൻ്റെ അനുഭവമായിട്ട് മാറുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവർക്കും 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഇത് നമ്മുടെ പഞ്ചഭൂതമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഈ ശരീരം പഞ്ചഭൂതത്തിൽ നിർമ്മിതമാണ്. ഈ പഞ്ചഭൂതത്തിന്റെ ആ എലമെന്റ്സിൽ കൂടാണ് ഈ ഇന്ദ്രിയം വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അത് നമുക്കൊരു സീക്വൻസിൽ പറഞ്ഞാൽ ആകാശം, ഇന്ദ്രിയങ്ങളുടെ അല്ല, പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 പഞ്ചഭൂതത്തില് അത് നമ്മുടെ ശരീരമായിട്ട് കണക്റ്റഡാ. ഈ 5ന്റെ പ്രോപ്പർട്ടിയാണ് ഈ ആകാശത്തിന്റെ ശബ്ദം, വായുവിന്റെ സ്പർശം, അഗ്നിയുടെ രൂപം, ജലത്തിന്റെ രസം, ഭൂമിയുടെ ഗന്ധം. ഈ 5 ഗുണങ്ങൾ, 5 നമുക്ക് വിഷയങ്ങളുണ്ട്. ഇത് ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ വെളിയിലോട്ട് പോയി ഈ പഞ്ചഭൂതത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വിഷയങ്ങളുമായിട്ട് നമ്മൾ അപ്പം ഇതെങ്ങനെ ഈ ആകാശം അതിന്റെ ശബ്ദം നമ്മുടെ ചെവി കൂടെ കേൾക്കുന്നു, വായുവിന്റെ സ്പർശത്തിൽ കൂടെ അറിയുന്നു, സ്പർശിച്ചാൽ ത്വക്കിൽ കൂടെ അറിയുന്നു. പിന്നെ അഗ്നിയുടെ രൂപം കണ്ണിൽ കൂടെ കാണുന്നു. പിന്നെന്താ ഉള്ളത്? ജലത്തിന്റെ രസം, ടേസ്റ്റ്, രുചി, അത് നമ്മുടെ നാട്ടിൽ കൂടെ അറിയുന്നു. ഗന്ധം, അത് ഭൂമിയുടെയാ, അത് മൂക്കിൽ കൂടെ അറിയുന്നു. ഈ 5 ഇന്ദ്രിയങ്ങൾക്ക് കൊണ്ടുവന്ന എൻ്റെ അനുഭവങ്ങളുടെ കോമ്പിനേഷൻസ്, ഇതിലാണ് എൻ്റെ അനുഭവങ്ങളെല്ലാം. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലാണ് എൻ്റെ അനുഭവങ്ങൾ, നല്ലതും ചീത്തയും, ഇഷ്ടവും അനിഷ്ടവും, അല്ലെങ്കിൽ അനുകൂല പ്രതികൂലം. ഇതെല്ലാം നടക്കുന്ന ഈ 5 ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തിലാണ്. അപ്പൊ ഈ 5 സീക്വൻസ് ആയിട്ട് ഓർത്തിരിക്കാൻ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം, ആ ഒരു സീക്വൻസ് ഓർത്തിട്ട് നമുക്ക് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സീക്വൻസ് കിട്ടും. ആ സീക്വൻസ് പറയുമ്പോഴാണ് എൻ്റെ ഒരു ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ഇതിന്റെ അനുഭവങ്ങളാ. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഇന്ദ്രിയത്തിന്റെ വെളിയിലുള്ള വിഷയങ്ങൾ, എൻ്റെ ഇഷ്ടവും അനിഷ്ടവും, അല്ലെങ്കിൽ അനുകൂലം പ്രതികൂലം എന്നിലോട്ട് വരുമ്പോഴേ ഇതുമായിട്ട് എൻ്റെ ഇഷ്ടവും അനിഷ്ടമായിട്ട് ഞാൻ വെളിയിലൊരു അനിഷ്ടം കാണുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്തത് വെളിയിൽ കാണുന്നു. അപ്പോൾ എൻ്റെ വാസനയായിട്ട് ക്ലാഷ് ആവുന്നു, എനിക്കതിനെ ഇഷ്ടമല്ല. ഇപ്പൊ നമുക്കൊരു വ്യക്തി, എനിക്കൊരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു ആളെ എനിക്ക് ഇഷ്ടമില്ല, ആ വ്യക്തി എനിക്ക് വളരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അപ്രതീക്ഷിതമായിട്ട് എവിടെങ്കിലും എടുത്ത് പോകുമ്പോഴേ ഞാൻ ആ വ്യക്തിയെ കാണുന്നു. ആ കാണുന്നെങ്ങനെയാ? കണ്ണി കൂടെ, രൂപത്തിൽ കൂടാണ്. ഉടനെ നമുക്ക് ആ ശത്രുവിനെ കാണുമ്പോൾ ഉള്ള മനോഭാവം ഉണ്ടല്ലോ, നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ, നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ ആ രൂപം, ആ വ്യക്തിയെ കാണുന്ന രൂപത്തിൽ കൂടെ, കണ്ണി കൂടെ, അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമായിട്ട് അലൈനാവുന്നു. അവരോട് നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നു. ഒരു ശത്രുവിനെ കാണുമ്പോഴോ ഉള്ളിൽ ദേഷ്യം പൊങ്ങുന്നു. ഇതുപോലെ ഓരോ ഇന്ദ്രിയ സുഖത്തിനും ചെവി കൂടെ ശബ്ദം കേൾക്കുന്നു. എന്നെ കുറിച്ച് ഒരാൾ കുറ്റം പറയുക, എനിക്ക് സൈഡിൽ കിടക്കുക, എന്നെ കുറിച്ച് ഒരാൾ കുറ്റം പറയും, ഞാൻ എൻ്റെ ചെവിയിൽ വന്ന് വീഴുക, എനിക്ക് എൻ്റെ ഉള്ളിൽ ദേഷ്യം പൊങ്ങും. എന്നെക്കുറിച്ച് നല്ലതൊരാൾ പറയുന്നു, ഞാൻ കേൾക്കുന്നു, അപ്പോൾ എനിക്ക് സന്തോഷം വരും. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മള് ഈ അനുഭവങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. ഈ അറ്റാച്ച്ഡ് ആയിക്കൂടാ. നമ്മൾ പറയത്തില്ലയോ, കണ്ടാലും കാണാത്ത മാതിരി,
കേട്ടാലും കേൾക്കാത്ത മാതിരി. ഇതൊക്കെ നമ്മൾ ഇതിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, ഇതുമായിട്ട് അലൈൻ ആവുമ്പോഴാണ് എനിക്ക് ഈ വികാരങ്ങൾ ഉണ്ടാവുന്നത്. എൻ്റെ വാസനയിലാണ് ഇത്. ഈ വാസനയാണല്ലോ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ട് വെളിയിലുള്ള ആ വിഷയങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യുമ്പോഴാണ് എൻ്റെ ഇഷ്ടവും അനിഷ്ടവുമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ മനസ്സിനെ സംയമനം ചെയ്യണം. എനിക്ക് ഈ വികാരത്തള്ളിച്ച ഉണ്ടാവരുത്. വികാരത്തള്ളിച്ച ഉണ്ടാകാതിരിക്കാൻ ഞാൻ ചെയ്യണം, എൻ്റെ ഈ വിഷയങ്ങൾ ഇതെല്ലാം ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്നതാ. ഇതിനെയൊക്കെ ഞാൻ മാനേജ് ചെയ്യാൻ പഠിക്കണം. കാരണം ഈ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എനിക്ക് വിക്ഷോഭം ഉണ്ടാവുന്നു, വികാരത്തള്ളിച്ച ഉണ്ടാവുന്നു. അതിനനുസരിച്ച് ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതരായി പോവും. ദേഷ്യം, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ ആ ദേഷ്യത്തിൽ ഞാൻ തന്നെ കാട്ടിക്കൂട്ടുന്നു. അത് വിവേകമല്ല. അപ്പൊ എൻ്റെ വികാരങ്ങളെ ഞാൻ മിനിമൈസ് ചെയ്യാൻ എങ്ങനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാ? നമ്മൾ നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ദേഷ്യം വരുന്നിരിക്കട്ടെ, എനിക്ക് ദേഷ്യം വരുന്നു, എൻ്റെ മൈൻഡിനെ ദേഷ്യം വരുന്നു എന്നുള്ള ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ നമ്മൾ റിയലൈസ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് അതിനോട് ഒരു ഏതെങ്കിലും ഒരു സാധനത്തിൽ കഴിക്കണം തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്, അങ്ങനെ അറ്റാച്ച്ഡ് ഒന്നിലോട്ടും അറ്റാച്ച്മെന്റും റിജക്ഷനും ആയിക്കൂടാ. ഇതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഇതിനാണ് നമ്മൾ പ്രാക്ടീസ്. ഈ കാര്യങ്ങളെ ഗ്രഹിച്ചാലേ, അതാണ് ഈ ഒരു ആപത്ഘട്ടം എന്ന് പറയുന്നത്. ആമയ്ക്ക് ആപത്ഘട്ടം വരുമ്പോൾ തലയും കാലുകളും കയ്യും എല്ലാം ഉള്ളിലോട്ട് വലിക്കും. അത് പ്രൊട്ടക്ഷൻ ആവും. ഈ തോട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ വിഷയങ്ങളുമായിട്ട് പ്രതികരിക്കുമ്പോൾ, ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ട് പ്രതികരിക്കുമ്പോൾ, എനിക്ക് അനുകൂല പ്രതികൂല സാഹചര്യമായിട്ട് പ്രതികരിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. ഈ അനുഭവത്തിനെ എൻ്റെ വികാരത്തൊളിച്ചയിൽ സന്തോഷം വരുമ്പോൾ മേപ്പോട്ടും, ദുഃഖവും ഇതൊക്കെ വരുമ്പോൾ താപ്പോട്ടും പോകുന്നു. അങ്ങനെ ആയിക്കൂടാ. ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. എൻ്റെ മനസ്സിന്റെ ശാന്തതയെ, സ്വസ്ഥതയെ ഞാൻ കളയരുത് ഒരിക്കലും. ഇപ്പൊ നമ്മൾ ഈ വികാരത്തിന്റെ പുറയിൽ ചില വാസനയ്ക്ക്, എൻ്റെ ഇഷ്ടത്തിന്റെ അനിഷ്ടത്തിന്റെയും പുറയിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ദുരിതങ്ങൾ ഉണ്ടാവും. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ പല പല ഫോമിൽ, പല പല സിറ്റുവേഷനിൽ നമുക്കോട് പറയുന്നു. ഒരു ആമയുടെ ഒരു ഉദാഹരണം വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് എങ്ങനെ വേണം നമ്മൾ ഒരു സ്ഥിതപ്രജ്ഞ എന്തുവാ, ഇതെല്ലാം ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ഇതുപോലെ മനസ്സിനെ കൺട്രോൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വികാരത്തിന്റെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിമകളാണ്. ഇപ്പം നമ്മൾ ഈ പ്രാക്ടീസ് കൂടെ എന്ത് ചെയ്യും, എൻ്റെ ഇഷ്ടമായാലും അനിഷ്ടമായാലും എനിക്ക് അതിനെ എൻ്റെ പരിധിയിൽ നിർത്താൻ അറിയാം. ഇപ്പൊ നമുക്ക് ആഹാരം, എനിക്ക് അറിയാമല്ലോ, നമുക്കിപ്പോ ചില ആഹാര നിയന്ത്രണമുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ ചില അസുഖങ്ങൾ ഉണ്ടായോണ്ടാ. അതേസമയത്ത് നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹവും ഉണ്ട്. അങ്ങനെ ആയിക്കൂടാ. ഇപ്പൊ ഒരു അസുഖം ഉണ്ടായോണ്ട് പലതും നമ്മൾ ഷുഗർ പേഷ്യന്റ് മധുരം കഴിച്ചുകൂടാ. മധുരം വലിയ ഇഷ്ടമാണ് താനും. ഇപ്പൊ നമ്മൾ ഒരു സപ്രഷൻ ചെയ്യുക. ആ സപ്രഷൻ അല്ല ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ ഈ വിവേകത്തിൽ ഇപ്പൊ നമ്മൾക്ക് എങ്ങനെ എല്ലാവരും നമ്മൾ ആ വികാരത്തെ നമ്മളെപ്പോഴും ഒരു പ്രതിസന്ധി ഘട്ടം വരുന്നു. ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിൽപ്പെടുന്നു. എന്ത് ചെയ്യണം? ഇത് വരും. നമുക്ക് എക്സാമ്പിൾ പറയാം. ഈ ഒരു ഷുഗർ പേഷ്യന്റ്, നമ്മൾ സദ്യക്ക് പോകുന്നു, കല്യാണം ഇപ്പം സദ്യ കഴിക്കുന്നു. പ്രഥമനൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഷുഗർ ഉണ്ട്. ഇപ്പം നമ്മള് ഇത് കഴിക്കാതിരിക്കണം, പക്ഷെ കഴിക്കണം എന്ന് വല്ല ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ തന്നെ ഷുഗർ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ഷുഗർ കൂടും. പിന്നെ നമുക്ക് പക്ഷേ എൻ്റെ മനസ്സോ കഴിക്കണം എന്നുണ്ട്. എനിക്ക് ഭയങ്കര ആ ഇന്ദ്രിയ സുഖത്തിലോട്ട് എൻ്റെ മനസ്സിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മളെങ്ങനെ ഒരു ഡിസിഷൻ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? ഇപ്പൊ ഒരു പ്രാവശ്യം ഇനി തൊട്ട് കഴിക്കണ്ട, ഇപ്പോഴും കഴിച്ചാൽ ഇനി തൊട്ട് കഴിക്കത്തില്ല, നാളെ തൊട്ട് കഴിക്കത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും അധർമ്മത്തിലോട്ട് വഴുതി വീഴും. ധർമ്മം വെച്ചാൽ എന്താ? ഇതെനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് ദോഷം ചെയ്യും, എൻ്റെ ശരീരത്തിന്റെ ഇത് പോകുന്നു. ആ ഒരു വിവേക ചിന്ത എന്നെ, പക്ഷേ ഞാൻ വികാരത്തിന്റെ, എൻ്റെ ഇഷ്ടത്തിന്റെ അടിമയായിട്ട് നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യും. ശരി, ഇപ്പോഴത്തേക്ക് ഈ ഒരു പ്രാവശ്യം കൂടെ ഉള്ളൂ, ഇനി തൊട്ട് ഞാൻ കഴിക്കത്തില്ല. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും എപ്പോഴും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴേ, ഏത് രീതിയിലായിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് അധർമ്മത്തിലോട്ട് വഴുതി വീഴാനാണ് മനസ്സ് പ്രേരിപ്പിക്കുന്നത്. കാരണം ഈഗോ, എൻ്റെ ഇഷ്ടങ്ങളിൽ ഞാൻ വാസനയിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ ഈഗോ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പം നമ്മൾ ഈ ഈഗോയുടെ വഴി വെച്ചാൽ വികാരത്തിന്റെ പുറയിൽ പോകാതെ, മനസ്സിന്റെ ഈ അന്ധകരണത്തിന്റെ വഴിയിൽ പോകാതെ വിവേകത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം, കൃഷ്ണനെ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മളിൽ ഒരു വിവേകമുണ്ട്, കൃഷ്ണനാണത്. അപ്പൊ ഈ വിവേകം എന്ന് പറഞ്ഞാൽ എന്നെ നിലനിർത്തുന്ന ഒരു ചൈതന്യമുണ്ട്. ഞാൻ വെറും ദേഹമല്ല, ഈ വെറും ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഈ അനുഭവങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാണ്. അതിന്റെ പുറകെ ഞാൻ പോകരുത്. അപ്പൊ ഞാനെന്ന് പറയുന്നത് ഈശ്വര ചൈതന്യമാണ്.
ഈ വാസനകൾ എൻ്റെ മാലിന്യമാണ്. ഇതിനെ നമ്മൾ ഈ സത്യങ്ങളെയെല്ലാം തിരിച്ചറിഞ്ഞാൽ എപ്പോഴും നിരന്തര ചിന്തനം വേണം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ സമയത്ത് മാത്രം ഇതിനെ ഓർത്താൽ മാത്രം പോരാ. നമുക്ക് ഈ പ്രാക്ടീസ് വരണമെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും നമ്മൾ ജീവിതത്തെ അനുഭവങ്ങൾ, രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ എന്തെല്ലാം അനുഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ട്. ചില ദിവസം വലിയ അനുഭവങ്ങളൊന്നും കാണത്തില്ല, ചില ദിവസം ഭയങ്കര വളരെ വികാരപരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് ഞാൻ ഈ വികാരത്തിന് അടിമപ്പെട്ട് കർമ്മം ചെയ്യാതെ വിവേകത്തിൽ കർമ്മം ചെയ്യാൻ പഠിക്കണം. ഇതിനെ ഈ പ്രാക്ടീസാണ് എങ്ങനെ കർമ്മം ചെയ്യണം എന്നുള്ളത്. ഞാൻ വികാരത്തിന്റെ അടിമപ്പെട്ട് എൻ്റെ വാസനയ്ക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ ഇഷ്ടാനുഷ്ഠങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്യണോ, അതേ വിവേകത്തിൽ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അത് മനുഷ്യന് മാത്രമേ ഒക്കത്തുള്ളൂ. ഈ വിവേകം മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ജീവജാലങ്ങൾക്കും ഇല്ല. സോ നമ്മുടെ ഒരു ഹയസ്റ്റ് എവല്യൂഷൻ സ്റ്റേജിൽ വന്നിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പോകേണ്ടത് ദൈവത്തിലോട്ടാ, ഈശ്വരനിലോട്ടാ. കാരണം എൻ്റെ ശരീരത്തിന്റെ ലെവലിൽ പരിണാമം സംഭവിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ വലിയൊരു പരിണാമമുള്ള ബോഡി കിട്ടാനില്ല. 85 lakh ക്രീച്ചേഴ്സ്, ജീവജാലങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. അതിൽ ഏറ്റവും ശരീരത്തിന്റെ തലത്തിൽ ഏറ്റവും പരിണാമം സിദ്ധിച്ച ജീവിയാണ് മനുഷ്യൻ. ഈ മനുഷ്യന്മം കിട്ടുക എന്നുള്ളത് ഈ വിവേക ചൂടാമണി പറയും. നമ്മൾ ഇതിന്റെ മഹത്വം അറിയുന്നില്ല. നമ്മൾ മനുഷ്യരായിട്ട് ജന്മം എടുത്തു, നമ്മൾ ഇതിന്റെ മഹത്വം അറിയാത്തവരാ. ഒരു മനുഷ്യന്മം കിട്ടുക, അതിൽ തന്നെ ഈ അറിവ് കിട്ടുക, ഒരു ഗുരുവിനെ കിട്ടുക. നമുക്ക് നമ്മളിപ്പോ ഈ ഗീത പഠിക്കുന്നപ്പോ നമ്മളെല്ലാരും ഒരു മനുഷ്യന്മം കിട്ടി, ഈ അറിവിലോട്ട് നമുക്കൊരു വന്നു. ഈ അറിവിലോട്ട് വന്നു. എങ്ങനെ? ഏത് കാരണം? ഒരു ഗുരു കാരണം. ഏത് ഗുരുവാണത്? ഗീത, ഭഗവത്ഗീത വെച്ചാല് കൃഷ്ണനാണ് ഗുരു. അപ്പൊ നമ്മൾ ഇത് ഇത്രയും ഒരു അറിവിന്റെ തലത്തിലും വന്നിട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്യാതെ പോകുന്നവരെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് ശങ്കരാചാര്യ പറയുന്നത്. ആത്മഹന്താക്കളാണ്. കാരണം മനുഷ്യന്മം കിട്ടി, മഹാപുരുഷന്മാരോട്ടുള്ള സംശയം ഇത് കിട്ടി, ആ അറിവും കിട്ടിയിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യാതെ ചെയ്യാത്തവരെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മളറിയാമല്ലോ, ആത്മഹത്യ ചെയ്യുമ്പോൾ മണ്ടത്തിൽ അവനൊക്കെ ഈ ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് മതിപ്പുണ്ടോ? ഒരിക്കലും നമുക്ക് ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് അവർ ഒരു ചിന്തിക്കാതെ പ്രവർത്തിച്ചേക്കുന്നു. എന്തൊരു മണ്ടത്തെ, എന്തെല്ലാം ഇതുള്ളതാ. അതിനെക്കുറിച്ച് കാര്യങ്ങളെ അറിയാതെ ഗ്രഹിക്കാത്ത ഒരാളാണ് ഈ സൂയിസൈഡിന് പോകുന്നത്. ഇതേ പ്രതിസന്ധി നമുക്കും ഉണ്ടാവും. നമ്മൾ വേറൊരാളെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെയാണ് അസസ് ചെയ്യുന്നത്. ഇതേ സിറ്റുവേഷൻ എനിക്കുണ്ടാകുമ്പോൾ ഞാനും ഇങ്ങനെ തന്നെ ആയിരിക്കും, പ്രൊവൈഡഡ് എനിക്ക് ഈ സത്യങ്ങളെ തിരിച്ചറിയാത്ത ഒരാളാണെങ്കിൽ. അതേസമയത്ത് നമുക്കിപ്പോഴോ ഇതൊക്കെ ഏതോ ഒരു കാരുണ്യത്താലാണ്, ഭഗവത് കാരുണ്യത്താലാണ് നമുക്ക് ആ ഒരു എവല്യൂഷൻ മൈൻഡ് വന്നേക്കുന്നത്. കാരണം ഇതൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നു. ഈ അറിവുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റി. വെറും അറിവിന്റെ തലത്തിൽ ഇത് വെക്കരുത്. ഈ അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എലിവേഷന്റെ, ഈ ജീവന്റെ എലിവേഷൻ, ഉയർച്ചയ്ക്കാണ്. എങ്ങോട്ടാണ് ഉയർച്ച? ഞാൻ വന്നത് ഈശ്വരൻ, ഈ മനസ്സ് വന്നത് ഈശ്വര ചൈതന്യത്തിൽ നിന്നാ. എനിക്ക് എത്തിച്ചേരേണ്ടതും ആ ചൈതന്യത്തിലോട്ടാ. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിതൊക്കെ ഒരു മോക്ഷം എന്നൊക്കെ പറഞ്ഞ് വളരെ തിയറിറ്റിക്കലായിട്ട് നമുക്ക് കിട്ടാത്ത ഒരു സംഗതിയാണെന്നും വലിയ വലിയ സന്യാസിമാർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇതൊക്കെ ഉള്ളെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ധാരണ ഇരിക്കുന്നത്. ഈ തത്വങ്ങളെ നമ്മൾ ഗീതയും പറഞ്ഞു ഒത്തിരി കുറെ ബുക്കുകളൊക്കെ വായിക്കണം. എന്തെല്ലാം ആത്മീയമായിട്ട് ഉപനിഷത്തുള്ള നമ്മൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ നിരന്തര ചിന്തനം, ഞാൻ ഈശ്വരനാണ്, അതിന്റെ അംശമാണ് ഞാൻ, ഈ ഈശ്വരന്റെ അംശമാണെന്നുള്ള നിരന്തര ചിന്തനത്തിൽ നമ്മൾക്ക് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്നൊരു ഇതിട്ടായിരുന്നു, എന്താ ഒരു സ്വാമിജിയുടെ പ്രഭാഷണം, ഗീത എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങള് മഞ്ജുക്കെ ശ്രീകാര്യത്ത് സ്വാമിജി എല്ലാ സൺഡേസും ഉണ്ട്. ശങ്കരാചാര്യരുടെ ആത്മാനുഭൂതി എന്ന് പറഞ്ഞ ആദ്യം കഴിഞ്ഞ് പിന്നെ ഗീത തുടങ്ങിയിരിക്കുക. ഒരേ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ഇതില് അൾട്ടിമേറ്റ് ആയിട്ട് ഈ ജീവാത്മാവും പരമാവും, ഞാനും താനും ഇപ്പൊ എന്നിൽ തന്നെ ഒരു ഞാനുണ്ട്, വികാരത്തിന് അടിമയായിട്ട് ഒരു ഞാനുണ്ട്, വിവേകിയായിട്ടുള്ള ഒരു ഞാനും ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ശ്ലോകം വന്നു, ആത്മാവിനെ കൊണ്ട് ഉദ്ധരിക്കണം. അങ്ങനെ ഒരു ശ്ലോകം നേരത്തെ വന്നിട്ടുണ്ട്. എനിക്കെങ്ങനെയാണ് ഉയർച്ച വരേണ്ടത്? ആരാണ് എന്നെ ഉപദേശിക്കേണ്ടത്? വെളിയിലുള്ള ഒരാളല്ല. നമ്മളിൽ തന്നെ ഒരു വിവേക മനസ്സുണ്ട്, നമ്മളിൽ തന്നെ ഒരു വികാര മനസ്സുണ്ട്. ഈ വികാര മനസ്സ് വാസനയിലും വിവേക മനസ്സ് ചൈതന്യത്തിലുമാണ്. ഞാൻ ഈശ്വരന്റെ ഒരു ഈശ്വരനായിട്ട്, ഞാനൊരു ഈശ്വരൻ എന്നുള്ള ഭാവം ഞാനുണ്ട്.
പക്ഷെ ഞാൻ അതിനെ കാണുന്നില്ല. അതിന് എന്തുവാണ് മറയ്ക്കുന്നത്? എൻ്റെ വാസന മറയ്ക്കുന്നു. അപ്പൊ നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിയുക. ഞാൻ ഈശ്വരന്റെ അംശമാണ്. എന്നിലൊരു വികാരമുണ്ട്, വാസനയുണ്ട്. അപ്പൊ വാസനയ്ക്ക് അടിമപ്പെട്ട ഞാനും ഉണ്ട്, ഒരു ഈശ്വരനായിട്ടുള്ള ഞാനും ഉണ്ട്. അതിനാണ് ഞാനും താനും എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനായിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ജന്മങ്ങളെ കൂട്ടും. ഞാൻ എന്നിലുള്ള ആ ജീവാത്മഭാവത്തിൽ എന്ന് വെച്ചാൽ പരമാത്മഭാവത്തിന്റെ അംശമാണ് ഞാൻ. ഈ വാസനയോട് ചേർന്നൊരിക്കുന്നതുകൊണ്ട് ജീവാത്മാവ് എന്ന് പറയുന്നു. ആത്മാവിൽ വാസന കലർന്നപ്പോൾ ജീവാത്മാവായി. ആത്മാവെന്ന് പറഞ്ഞ ഈശ്വരനാണ്. അപ്പൊ എനിക്ക് ഈ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് ഞാൻ ഈശ്വരനായിട്ടുള്ള ഒരു ഞാനുണ്ട്. നമ്മളെല്ലാവരും ഈശ്വരന്മാരാ യഥാർത്ഥത്തിൽ. പക്ഷേ ഈ വാസനയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല നമ്മൾ ഈശ്വരനാണെന്ന്. നമ്മൾ ഈശ്വരനെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ അമ്പലങ്ങളിലായിട്ട് നമ്മൾ പക്ഷെ ഈ അമ്പലങ്ങളിൽ പോകുന്ന എന്തിനു വേണ്ടിയാ? ഈ എന്നിലുള്ള ചൈതന്യത്തിനെ നമ്മൾ പെർസോണിഫൈ ചെയ്യുന്ന ആ വിഗ്രഹത്തിൽ കൂടെ ഈ ഒരു ഈശ്വരനെ നമ്മൾ എങ്ങനെ റിയലൈസ്, മനസ്സിന് എങ്ങനെയാ ഗ്രഹിക്കാൻ പറ്റുന്നത്? ഒരു രൂപവും ഇല്ല, ഒരു ഗുണവും ഇല്ലാത്ത ഈശ്വരനെ ഒരു മനസ്സിന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സിന് എന്തെങ്കിലും രൂപമോ ഭാവമോ ഗുണങ്ങൾ ഉണ്ടാവണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സങ്കല്പമാണ് വിഗ്രഹം. ആ സങ്കല്പത്തെ നമ്മൾ ആ വിഗ്രഹങ്ങളിൽ മാത്രമാണ് ഈശ്വരൻ ഒതുങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ അമ്പലങ്ങൾ തേടി പോവുക. ഇതേ ചൈതന്യമാണ് എന്നിലിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിവ് നമ്മൾ ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണം. ഇതിനെ വെറുതെ ചുമ്മാ ഒരു അറിവിന്റെ തലത്തിൽ ഇരുത്തിയാൽ പോരാ. ഈ ഓരോ വിഷയങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ ഒരു ഈശ്വരന്റെ അംശമാണ്. ഇതിലുള്ള ആ ഉറപ്പ് വേണം, ആ ട്രസ്റ്റ് വേണം, വിശ്വാസമല്ല വേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഓരോ കർമ്മങ്ങളെയും നമ്മൾ നിസ്സാരങ്ങളെന്നും പറഞ്ഞു, നമ്മൾ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിക്കരുത്. ഓരോ ചെറിയ കാര്യത്തിൽ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഇതിന് എനിക്ക് നിരന്തര ചിന്തന ഓർമ്മയുണ്ടാവണം. ഇപ്പൊ നമ്മൾ എങ്ങനെയാ ഇപ്പൊ കർമ്മം ചെയ്യുന്നേ? നമ്മളിപ്പോ കർമ്മം ചെയ്യുന്നത് എന്തുവാ? ഞാൻ എൻ്റെ കർമ്മത്തിരിക്കുമ്പോൾ മനസ്സെവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കാര്യങ്ങളോ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനു പകരം ഞാൻ ഈ കർമ്മം ചെയ്യുമ്പോൾ ഈ ഈശ്വര സാന്നിധ്യത്തിലാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരണം, കാര്യം ചെയ്യുകയും വേണം. ഈ ഈശ്വര ചൈതന്യത്തിലാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്, ഈ കർമ്മം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ കഴിഞ്ഞതിനും ഈ പാസ്റ്റും ഫ്യൂച്ചറും ഇത് രണ്ടും എൻ്റെ കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന കർമ്മഫലത്തിൽ നിന്നുണ്ടാവുന്ന രണ്ട് സംഗതികളാ. ഞാൻ കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് കുറച്ച് ദുഃഖവും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആകാംക്ഷയും ഭയവും, ഇത് രണ്ടുമാണ് എൻ്റെ വാസനയിൽ നിന്ന് വരുന്ന. ഇത് രണ്ടും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഈശ്വര ചൈതന്യത്തിലാണെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് ഇനി വന്നിട്ടില്ല. ഞാൻ ഇത് രണ്ടിനും ഞാൻ കഴിഞ്ഞതിനെ കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ഞാൻ ഇപ്പോഴുള്ള എന്നെ നിലനിർത്തും ചൈതന്യത്തെ കുറിച്ച് ഞാൻ ഓർക്കാതിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഈ ചൈതന്യത്തിൽ. ഇപ്പൊ നമ്മൾ ഈ ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമായാലും ചിന്തിക്കുമ്പോഴായാലും ഇതെല്ലാം ഈ ഈശ്വരന്റെ ചൈതന്യത്തിലാണ്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. നമ്മൾ ശവമാണ്, ജഡമായി പോവും. അപ്പം ഞാനൊരു ഈശ്വരനാണെന്നുള്ള ചിന്ത ആദ്യം ഉണ്ടാവണം. അല്ല അയ്യോ ഞാൻ എന്തും വേണ്ടി ദുരിതമായി. നമ്മൾ ഈശ്വരനെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തി കാണുകയാണ്. ഈശ്വരൻ എന്നെ പരീക്ഷിക്കുകയാണ്. നമ്മുടെ തന്നെ കർമ്മഫലം നമുക്ക് വരുമ്പോൾ നമ്മൾ അതിനെ വേറെ ആരോ നമ്മളിൽ അടിച്ചേൽപ്പിച്ച ഒരു വിധി പോലെ, ഇതെന്റെ വിധിയാ, എനിക്കിങ്ങനെ ഈ വിധി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ വിധിയാണ്, അത് എനിക്ക് മാറ്റാൻ പറ്റും. വി ക്യാൻ ചേഞ്ച് അവർ ഡെസ്റ്റിനി എന്നുണ്ട്. അതിൽ എൻ്റെ ഈ ഇതിനകത്തിൽ ഭാഗവതത്തിലൊക്കെ പറയും, ഈ വളരെ അധർമ്മിയായിട്ടിരുന്നവർക്കും മോക്ഷം കിട്ടും. കാരണം ഈ എത്ര അധർമ്മത്തിലുള്ളവർക്കും നമ്മൾ ഈ സത്യത്തിനെ റിയലൈസ് ചെയ്ത് ഈ നിരന്തര ചിന്തത്തിലൂടെ എൻ്റെ എല്ലാ പാപവാസനകളെയും കഴുകിക്കളയാൻ പറ്റും. അപ്പോ ഈ പ്രാരബ്ധത്തിനെ മാറ്റത്തില്ല. ഈ ശരീരം നിൽക്കുന്നവരെ പ്രാരബ്ധം ഉണ്ടാവും. പക്ഷേ എൻ്റെ സഞ്ചിത കർമ്മവും എൻ്റെ ആഗാമിക കർമ്മവും ഈ ജ്ഞാനം ഉറയ്ക്കുന്നത് കൂടി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ എന്നിലുള്ള ഈ ഈശ്വരനെ കുറിച്ചുള്ള അറിവും അനുഭവവും. വെറും അറിവിൽ നിന്ന കാര്യമില്ല, അതിൻ്റെ അനുഭവം ആവുമ്പോഴാണ് ഈ സ്ഥിതപ്രജ്ഞ ഭാവം വരുന്നത്. നമ്മൾ നിരന്തരം ചിന്തിച്ച് ഈ അറിവിനെ നമ്മൾ പല പല ബുക്ക് വായിച്ച് പല ഇത് കൂട്ടി അറിവിനെ കൂട്ടിയിട്ട് കാര്യമില്ല. ഇത് ഏത് ഉപനിഷത്തിലും ഭാഗവത്തിലും ഏത് ഗ്രന്ഥങ്ങളിലെയും പറയുന്ന ആ പ്രിൻസിപ്പിളായി തത്വമാണ് നമ്മൾ ഈ ബേസിക് ആയിട്ട് പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാവർക്കും പറയുന്നത് പല രീതി. അത് തന്നെയല്ലേ ഈ പറഞ്ഞ വിഷയങ്ങളാണ് നമ്മൾ ആദ്യം ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഇതാണ് ആദ്യം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളതല്ലേ തോന്നുന്നത്. അതിനകത്ത് നമ്മളിപ്പോ ഡെയിലി ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഉള്ളിലോട്ട് ഈ വിഷയങ്ങൾ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ
തൽക്കാല സുഖം തരുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഉള്ള വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് കയറാതിരിക്കാനാണ് നമ്മൾ അതെ വിവേകത്തിലുള്ള കർമ്മമായാലും ഇന്ദ്രിയങ്ങൾ വഴിയാ ചെയ്യേണ്ടത്. ഈ ഇന്ദ്രിയങ്ങൾ വഴി അങ്ങനെ ചെയ്യുമ്പോൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആകാതെ ചെയ്യാൻ പഠിക്കണം. അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ കർമ്മഫലത്തിൽ ചെയ്യുന്നു, ഡിറ്റാച്ച്ഡ് ആയും അതേ കർമ്മം ചെയ്യാൻ പറ്റും എനിക്ക്. ശ്രദ്ധിക്കണം എന്നുള്ളതല്ലേ. ആ, അതാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഒരു മെക്കാനിസം പറഞ്ഞതാണ് ഇത്രയും പറഞ്ഞത്. പക്ഷെ ഇത് ഈ പറഞ്ഞ ഓരോ ശ്ലോകത്തിൽ കൂടെയും നമ്മൾ എങ്ങനെ ഈ സാഹചര്യങ്ങളോട് പ്രതികരിക്കണം, എങ്ങനെ നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അത് ഒരു ആമയുടെ ഉദാഹരണം വെച്ചിട്ട് പറയുന്നു. ഇത് ഇതിനകത്ത് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഈ യോഗ നമ്മൾ ഹഠയോഗമുണ്ട്. ഇത് 4 പദ്ധതികളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ഹഠയോഗം. ഒരു 4 ഒരു കുളത്തിന്റെ 4 സ്റ്റെപ്പിലുള്ളത് അതുപോലെ പറയുന്നത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഹഠയോഗം. ഈ ഹഠയോഗത്തിലാണ് ഈ യോഗ യമനിയമമൊക്കെ വരുന്നത്. അവർ പ്രാണായാമം, പ്രത്യാഹാരം, നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ പിൻവലിക്കുന്നത്. ഈ ആമയുടെ കൂട്ട് നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ അറ്റാച്ച്മെന്റ് കൊണ്ട് പോകാതെ നമ്മൾ ഒരേ കാര്യം തന്നെ അറ്റാച്ച്ഡ് ഇല്ലാതെ ചെയ്യാം. ഇപ്പം നമ്മുടെ വീട്ടിലോ ഭാര്യ, ഭർത്താവ്, കുട്ടികള്, ഇപ്പം ഇതെല്ലാം നമ്മൾ അറ്റാച്ച്ഡ് ആയി, ഞാൻ എൻ്റെ ഇതിൽ അറ്റാച്ച്ഡാ. ഈ ഭാര്യയായിട്ടായാലും ഭർത്താവായിട്ടായാലും കുട്ടികളുമായിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽസാ. ഞാൻ ഈശ്വരന്റെ ഒരു അംശമാ. ആരുമായിട്ട് എല്ലാവരിലും അതേ ഇത് നിറഞ്ഞിരിക്കുന്നു. പിന്നെ സെപ്പറേറ്റ് നമ്മൾ അറ്റാച്ച്ഡ് ആവേണ്ട. ഇത് നമ്മളെ ഈ വാസനയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ എന്നുള്ള ഫാക്ടറിലാണ്. അതേസമയത്ത് എന്നിലുള്ള അതേ ചൈതന്യമാണ് എൻ്റെ ഭാര്യയിലും എൻ്റെ മക്കളിലും എൻ്റെ അയലത്തുകാരിലും എൻ്റെ എവിടെ ഉള്ളവരിലും എല്ലാം ഒരേ ഈ പരമാത്മാവ് നിറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പരമാത്മ ചൈതന്യമാണ് എന്നെ നിർത്തുന്നത്, എല്ലാത്തിലും കൂടെ കടന്നു പോകുന്നത്. അതിന് ദേശകാല പരിമിതികളില്ലാതെ അത് നമ്മൾ ഓരോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഇതില്ല, ബ്രേക്ക് ഇല്ല. അതിൻ്റെ ഒരു അംശം എൻ്റെ വാസനയിൽ ഫലിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവാത്മാവായിട്ടിരിക്കുന്നത്. എൻ്റെ വാസന പ്രതിഫലിക്കുന്നതുകൊണ്ട് ഞാൻ ജീവാത്മാവ്. അപ്പം എനിക്ക് പരമാത്മ ചൈതന്യം ലയിക്കണം എന്നുണ്ടെങ്കിൽ ഈ വാസനകളെ ഞാൻ എങ്ങനെ ചെയ്യണം? അറ്റാച്ച്മെന്റ് ഇല്ലാതെ. ഈ അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ വികാരങ്ങളെ ഞാൻ മാനേജ് ചെയ്യുന്നത്. അതാണ് ഓരോ അതിനെ പെർഫെക്റ്റ് ആയിട്ട് വന്ന ഒരു യോഗിയെ പറയുന്നതാണ് സ്ഥിതപ്രജ്ഞൻ. ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ വിവരിക്കുന്നുള്ളതിൻ്റെ ഈ ലക്ഷണമാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസാണ് ഇതിന് ചിലര് കണ്ടില്ലയോ, ഇത് ഹഠയോഗത്തിൽ കൂടെ ഈ നിയമം, യമനിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം അങ്ങനെ പോകും. ധാരണ, എന്നിട്ട് പിന്നെ അല്ലാത്തവരെ ഈ ഭക്തിമാർഗത്തിലുള്ളവര് ആ ഭക്തിമാർഗം സമർപ്പണം, ഈ മനസ്സിനെ ഈശ്വരൻ സമർപ്പിച്ച് ഏതിലും അവര് ഭക്തിമാർഗത്തിൽ, നമ്മളിപ്പോ കാണുന്ന അമ്പലത്തിൽ പോകുന്ന ഭക്തി അല്ല പറയുന്നത്. ഈ പൂന്താനം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവര് ആ നാരായണി എഴുതിയ ഇപ്പൊ ഇങ്ങനെ അവരുടെയൊക്കെ ഭക്തിയാണ്. അത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. നമ്മൾ ഈശ്വരനെ നമ്മൾ സമർപ്പണം ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ആ ഒരു ഭക്തി മാർഗത്തിൽ പോകുന്നവർക്ക് ഈസി ആയിട്ട് ഇത് കൈവരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേദാന്തികൾ, നമ്മൾ ഈ അറിവ്, നമ്മളിപ്പോൾ പഠിക്കുന്ന ഇതാണ് ഈ കാര്യങ്ങളെ അറിഞ്ഞ് ഗ്രഹിച്ച് നമ്മൾ ഇതൊക്കെ നൈമിഷികമാണ്. ഈ സുഖങ്ങളെല്ലാം, വിഷയസുഖങ്ങളെല്ലാം, ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന ഇതെല്ലാം നൈമിഷികമാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് തന്നെ അറിയാമല്ലോ. ഓരോ ഇന്ദ്രിയ സുഖം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നല്ലൊരു പായസം കുടിക്കുന്നു. ആ പായസം കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സുഖമാണ്. ആ സുഖം അങ്ങനെ നിൽക്കുമോ? അങ്ങനെ പായസം കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ലഡു കഴിച്ചു, നല്ല നല്ല സ്വീറ്റ്, നല്ല ഇഷ്ടം, 2 കഴിച്ചു, 3 കഴിച്ചു, 4 കഴിച്ചു, ഇങ്ങനെ ഒരു 10 കഴിക്കുക. പിന്നെ നമുക്ക് എങ്ങനെ ആ സുഖം അങ്ങനെ നിൽക്കുമോ? നമുക്ക് പിന്നെ കുറെ കഴിയുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും. ആ സുഖം അങ്ങനെ നിൽക്കത്തില്ല, നൈമിഷികമാണ്. ഏത് ഇന്ദ്രിയത്തിന്റെ സുഖമായിക്കോട്ടെ, അതൊരു പീക്കുണ്ട്. അത് കഴിഞ്ഞപ്പോൾ താഴോട്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് നിൽക്കത്തില്ല. ഇന്ദ്രിയ സുഖങ്ങളെല്ലാം നൈമിഷികമാണ്. അതേ സമയത്ത് നമ്മൾ ഈ പ്രാക്ടീസിൽ കൂടെ കിട്ടുന്ന ഈ ശാന്തതയും സ്വസ്ഥതയും ഉണ്ടല്ലോ, അതിനകത്ത് കിട്ടുന്ന അതാ സച്ചിത് ആനന്ദം. അതൊരു കണ്ടന്റാ. അത് ആ സുഖം വൺസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വസ്ഥത അങ്ങനെ നിൽക്കും. ഇല്ലെങ്കിലോ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, നല്ല ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പം നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ആസ്വദിക്കും. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നന്ദഗോവിന്ദ ഭജൻ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ആ ഒരു സമയം മാത്രം അത് കേട്ടിട്ട് നല്ല സുഖമായിരുന്നു. അത് കഴിഞ്ഞു തീർന്നു.
ഏത് ഇന്ദ്രിയ സുഖവും ഇങ്ങനെ തന്നെ. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് കണ്ടുകൊണ്ടിരിക്കും. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞു. എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും, അപ്പോൾ ഇതിന്റെ പുറകെ നമ്മൾ പോകരുത്. ഇതൊക്കെ നൈമിഷിക സുഖങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ നമ്മൾ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. ഇതിനനുസരിച്ച് ജീവിക്കാം. നമ്മൾ ഈ കർമ്മഫലത്തിനെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. പരിശ്രമിച്ചേ പറ്റൂ. എഫർട്ട് ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സംഗതിയല്ല ഈ മോക്ഷം എന്ന് പറയുന്നത്. നമ്മൾ അതിന് പ്രയത്നിക്കണം. ശരീരത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും, മനസ്സിനെ പ്രയത്നത്തിൽ കൂടെ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആ പ്രയത്നമാണ് നമ്മുടെ ഈ കാര്യങ്ങളെ ഗ്രഹിക്കുകയും നിരന്തര ചിന്തനം. അല്ലാതെ ചുമ്മാ കുറെ വെറും സാധനാമാർഗങ്ങൾ, വെറും ചടങ്ങ് പോലെ നടത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നു. വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും? വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ രാവിലെ എഴുന്നു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു, 5 മണിക്ക് എഴുതുന്നു, 4 മണിക്ക് എഴുതുന്നു. കുറച്ച് ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെന്തോ മെഡിറ്റേഷൻ ചെയ്യുന്നേ, ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരും, പിന്നെയും ചിന്തകൾ പോകും. ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് വെറുതെ ഒരു ചടങ്ങിന്റെ രീതിയിൽ കാണിക്കാതെ നമ്മൾ ശരിക്കും ഇതിനെ അറ്റൈൻ ചെയ്യണം. ഇതാണ് എൻ്റെ മനസ്സിൽ ഉറയ്ക്കണം എന്നുള്ള എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ജിജ്ഞാസയിൽ നമ്മൾ വേണം ചെയ്യാൻ. അല്ലാതെ ഇതൊക്കെ പഠിക്കുന്നത് എൻ്റെ നല്ല വഴിപാട് ചെയ്യുന്ന ഗീതയൊക്കെ പഠിച്ച് എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറും, അങ്ങനെ ഒരു മിഥ്യാധാരണയിൽ പോകരുത്. ഞാൻ എൻ്റെ കർമ്മങ്ങളെ റിഫൈൻ ചെയ്യണം. ഞാൻ ഇതുവരെ ചെയ്ത പോലെ ആയിരിക്കരുത് ഞാൻ ഇനി ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് ആ പ്രാക്ടീസ്, കർമ്മങ്ങളെ എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രാക്ടീസ് കൊണ്ടുവരണം. ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമനം ചെയ്ത് ബാലൻസ് ചെയ്ത്, ആ ഇന്ദ്രിയങ്ങളിൽ കൂടെ സംയമനം വരുമ്പോഴാണ് മനസ്സിനെയും ബാലൻസ് ചെയ്യുന്നത്. ഈ ശമം ദമം എന്നുള്ള 2 ഗുണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഇന്ദ്രിയങ്ങളെ മാനേജ് ചെയ്യുന്നത്, പിന്നെ മനസ്സിനെ മാനേജ് ചെയ്യുന്നത്, ശമവും ദമവും. ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? ലോകത്തിലുള്ളവർക്ക് എല്ലാം ഈശ്വരനാണെന്ന് കാണുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എത്താൻ പറ്റും. ഇപ്പൊ കാണുന്നതെല്ലാം ഭഗവാനാണ്. അങ്ങനെ ഭക്തിയോഗത്തിനകത്ത് അങ്ങനല്ലേ പറയുന്നത്? അത് നമ്മൾ ഈ കാണുന്ന ഭക്തിയല്ല, അത് ഈ ഒരു ഭക്തി അല്ല. അത് വേറെ ഭക്തി. അതെ, അത് അങ്ങനത്തെ ഭക്തി ടോട്ടൽ സറണ്ടർ ആണ്. അത് അങ്ങനെ സമർപ്പണ ബുദ്ധിയാണ്. അത് അവിടെ വേറൊന്നും ചിന്തയില്ല. ഞാൻ എന്റെ എന്നുള്ള ഭാവം എല്ലാം ഈശ്വരൻ. ഇല്ല, അതെ, എല്ലാം ഈശ്വരൻ. ജ്ഞാനയോഗത്തിലുള്ളവർക്കാണ് ഈ അറിവ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇതൊക്കെ തൽക്കാലത്തെ സുഖങ്ങളാണ്. ശരിയായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് നമ്മുടെ ആ ചൈതന്യത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് അറിയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തിരിച്ചു വലിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറ്റും. അല്ല ഭയങ്കര ബലം പിടിച്ച് തിരിച്ചു വലിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അറിവ് കിട്ടും. അതെ, അതെ. ഈ റിയൽമി എന്നുള്ള ജോസ് ആണോ? തൽക്കാലത്തേക്കുള്ള സുഖങ്ങളാണെന്ന് പറഞ്ഞു. നമുക്ക് ബ്രേക്ക് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതാ ഇവിടെ ഇത് മഴയാ, ഇവിടെ മഴ. ഓക്കെ. ശരി, നമുക്ക് നാളെ കാണാം. സമയം തീരാറായി. നമുക്ക് നാളെ കാണാം. നാളെ 39.